സംസ്ഥാനത്തെ അതിദരിദ്രരില്ലാത്ത ആദ്യ ജില്ലയായി കോട്ടയത്തെ പ്രഖ്യാപിച്ചു. ജില്ലയിൽ കണ്ടെത്തിയ 903 കുടുംബങ്ങളെ മൈക്രോ പ്ലാനിങ്ങിലൂടെ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിച്ചതായി സംസ്ഥാന സർക്കാർ പറയുന്നു. സർക്കാരിന്റേത് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊറാട്ട് നാടകമെന്ന് BJP ആരോപിച്ചു. കോട്ടയത്തെ ആദ്യ അതിദരിദ്രരില്ലാത്ത ജില്ലയായി പ്രഖ്യാപിച്ചത് സംസ്ഥാന സർക്കാരിന്റെ വലിയ നേട്ടമായാണ് അവതരിപ്പിക്കുന്നത്. സംസ്ഥാനത്തിനാകെ കോട്ടയം മാതൃകയാണെന്നും സർക്കാരിന്റെ ചിട്ടയായ പ്രവർത്തനമാണ് നേട്ടത്തിന് പിന്നിലെന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. ഇപ്പോൾ ആത്മവിശ്വാസത്തോടെ പറയാൻ കഴിയും, സർക്കാർ പ്രഖ്യാപിച്ച ലക്ഷ്യം 2025 നവംബർ 1 ആകുമ്പോഴേക്കും കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമാക്കി, ഇന്ത്യയിൽ ആദ്യത്തെ അതിദാരിദ്ര്യമുക്തമാക്കി സംസ്ഥാനമാക്കി മാറ്റുക എന്ന ലക്ഷ്യം കൈവരിക്കും എന്ന് അഭിമാനത്തോടെ തന്നെ പറയാനാവും, ആത്മവിശ്വാസത്തോടെ പറയാനാവും. അതിൽ കോട്ടയം വഴി കാണിച്ചിരിക്കുകയാണ്. ഇതിന് നേതൃത്വം കൊടുത്ത എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. കോട്ടയം പുതിയൊരു ചരിത്രം കൂടി എഴുതിയിരിക്കുകയാണ്. നവംബർ 1 കേരളം പുതുചരിത്രം എഴുതുമ്പോൾ അതിന്റെ ആമുഖം എഴുതിയ ജില്ലയായി കോട്ടയം തീർച്ചയായിട്ടും അറിയപ്പെടും. ജില്ലയിൽ അതിദരിദ്രരായി 903 കുടുംബങ്ങളാണ് അന്തിമ പട്ടികയിലുണ്ടായിരുന്നത്. ഓരോ കുടുംബത്തിനും പ്രത്യേക പദ്ധതി എന്ന നിലയിൽ മൈക്രോ പ്ലാനുകൾ തയ്യാറാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ തയ്യാറാക്കിയ പ്ലാൻ പ്രകാരം ഭൂമി, പാർപ്പിടം, ഭക്ഷണം, മരുന്നുകൾ, പാലിയേറ്റീവ് കെയർ, ആരോഗ്യ സഹായ ഉപകരണങ്ങൾ എന്നിങ്ങനെയുള്ള ആരോഗ്യ സേവനങ്ങളും ആവശ്യമുള്ള മുഴുവൻ കുടുംബങ്ങൾക്കും ലഭ്യമാക്കിയാണ് നേട്ടം കൈവരിച്ചത് എന്ന് സർക്കാർ അവകാശപ്പെടുന്നു. പക്ഷേ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള പൊറാട്ടു നാടകം മാത്രമാണിതെന്ന് BJP കോട്ടയം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ലിജിൻലാൽ പറഞ്ഞു. ലൈഫ് പദ്ധതി പോലും സംസ്ഥാന സർക്കാർ കാര്യക്ഷമമായി നടത്തുന്നില്ല. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി കേന്ദ്ര സർക്കാർ നടത്തുന്ന ശ്രമങ്ങളുടെ ഫലമാണ് എങ്ങും പ്രതിഫലിക്കുന്നത്. എന്നാൽ ക്രെഡിറ്റ് സ്വന്തമാക്കുന്നതിനായി നടത്തുന്ന കൺകെട്ടു വിധിയാണ് ഇപ്പോൾ അരങ്ങേറുന്നതെന്ന് അദ്ദേഹം വിമർശിച്ചു. ഇന്ന് കോട്ടയം ജില്ലയെ ഈ പ്രഖ്യാപനത്തിലൂടെ ഈ ഇലക്ഷൻ മുമ്പ് ആയിട്ടുള്ള ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടായിട്ട് മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ എന്ന് BJP പറയുന്നതിന്റെ പിന്നിൽ എന്തൊക്കെ പദ്ധതികളാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ളത് എന്ന് കൂടി ജനങ്ങളോട് പറയാൻ തയ്യാറാണ്. ഈ ജില്ല തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇന്നും നിരവധി പ്രദേശങ്ങളിൽ വീടില്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും, ശൗചാലയങ്ങളില്ലാത്ത ആളുകളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അത്തരത്തിൽ ആളുകൾ ജീവിക്കുന്ന ഒരു സാഹചര്യമുള്ളപ്പോൾ ഇന്ന് ക്ഷേമ പെൻഷനൊക്കെ കൊടുത്തിട്ട് മുടങ്ങിക്കിടക്കുകയാണ്. ഒരു വീടുകളിൽ പോലും കൃത്യമായ പദ്ധതി ക്ഷേമ പെൻഷൻ എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. ജനങ്ങൾ കടയിൽ പോകാൻ, സാധനങ്ങൾ വാങ്ങാൻ ഒന്നും പണമില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ ഈ പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടിയിട്ട് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇത്തരം പ്രഹസനങ്ങൾ ജനങ്ങളെ സംസ്ഥാനത്ത് കുടുംബശ്രീയെ ഉപയോഗിച്ച് നടത്തിയ സർവേയിൽ 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരായി കണ്ടെത്തിയെന്നും അതിൽ 93% കുടുംബങ്ങളെയും മോചിപ്പിച്ചതായും സർക്കാർ അവകാശപ്പെടുന്നു. ജനം, കോട്ടയം.